ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഷെപ്പേർഡ്സ് ഡയറിയിലെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് E.J. ജോസഫ് അച്ഛനാണ്. 44 വർഷക്കാലം മാർത്തോമാ സഭയിൽ വളരെ വ്യത്യസ്തമായ ഒരു പാതയിലൂടെ പ്രവർത്തിച്ച ഒരു അച്ഛനാണ്. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സ്വാഗതം അച്ഛൻ. താങ്ക് യു. അച്ഛന് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോഗ്രാമിന് ഷെപ്പേർഡ്സ് ഡയറി എന്ന പേരിട്ടേക്കുന്നത് അച്ഛന്മാരുടെ അതായത് ആത്മീയ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ആളുകളുടെ അനുഭവങ്ങൾ, അവരുടെ ഡയറി കുറിപ്പുകളൊക്കെ ഒന്ന് തുറക്കാനൊരു അവസരമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. നമ്മൾ തമ്മിലുള്ള പരിചയം ഗൈഡൻസ് സെൻറ്ററിൽ വെച്ചാണ്, എറണാകുളം. അതിനുശേഷം അച്ഛനെ വീണ്ടും കാണാനായിട്ടൊക്കെ അവസരം കിട്ടിയത് എൻ്റെ സന്തോഷം അറിയിക്കുന്നു. അച്ഛന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് അച്ഛന് എന്താണ് തോന്നുന്നത്, ഈ രീതിയിൽ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തതിനെ കുറിച്ച്? അതായത് വളരെ സർപ്രൈസിങ് ആയിരുന്നു. കാരണം ഇങ്ങനെയൊന്നും ഒരു അഭിമുഖം പ്രതീക്ഷിച്ചുകൊണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെ. എന്നാൽ ഈ അഭിമുഖം ഇങ്ങനെ ജോൺ സാമുവൽ ക്രമീകരിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഞാൻ ഇന്ന് ഈ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴേ എനിക്കേറെ സന്തോഷമുള്ളത്, ഞാൻ പട്ടം ഏറ്റിട്ട് 15-ാം തീയതി മെയ് 15 ആവുമ്പോൾ 44 വർഷം പൂർത്തിയാകും. അതുകൊണ്ട് ഈ 44-ാമത്തെ വർഷം പൂർത്തീകരിക്കുന്ന ഈ ദിവസം, ഈ സമയം ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്തതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ഒരു പ്ലാനിന്റെ ഒരു ഭാഗമായിട്ട്, അതെ അതെ, ദൈവഹിതത്തിന്റെ ഒരു അനുഭവമായിട്ട് ഇതിനെ ഞാൻ കാണുകയാണ്. അച്ഛന് മാർത്തോമാ വൈദിക സെമിനാരിയിലാണ് പഠിച്ചത്. അതെ. അതിനുശേഷം ആദ്യത്തെ പോസ്റ്റിംഗ് പാലക്കാട് മാർത്തോമാ പള്ളി. അതെ അല്ലേ? പാലക്കാട് മാത്രമല്ല, പാലക്കാട് 3 പള്ളികളിൽ. ഓക്കെ. പാലക്കാട് സെന്റ് തോമസ്, ഒലവക്കോട് മാർത്തോമാ പള്ളി, അത് കഴിഞ്ഞ് മുണ്ടൂർ ജെറുസലേം മാർത്തോമാ പള്ളി. ഓക്കെ. ഈ 3 പള്ളികളുടെ ചാർജാണ് എനിക്ക് ലഭിച്ചത്. ഓക്കെ. പാലക്കാട് ആയിരുന്നു ഞാൻ താമസിച്ചത്. ഓക്കെ. ഒരു പട്ടക്കാരനാകുമ്പോൾ എപ്പോഴും താമസം എപ്പോഴും വളരെ സുരക്ഷിതമായിട്ടുള്ള നിലയിൽ ഇടവചനങ്ങൾ ക്രമീകരിക്കുന്ന ആ ഒരു രീതിയാണല്ലോ ഉള്ളത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ചെന്നപ്പോൾ താമസിക്കാൻ കിട്ടിയത് ഒരു ലോഡ്ജാണ്. അത് YMCA ആണ്. YMCAയിലെ ഒരു മുറിയിൽ ഒരു കട്ടിൽ എനിക്കൂടെ കിട്ടി. അങ്ങനെയാണ് അവിടെ താമസിക്കുന്നത്. പാലക്കാട് അങ്ങനെയുള്ളൊരു സൗകര്യമാണ് ഒരുക്കിയത്. ഞാൻ മാത്രമല്ല, നമ്മുടെ അത്തനേഷ്യസ് തിരുമേനി അവിടെ CI ജോർജ് അച്ഛനായിട്ട് താമസിക്കുമ്പോൾ തിരുമേനിയും അവിടെ ലോഡ്ജിലാണ് അന്ന് താമസിച്ചത്. അതെ അതെ. അങ്ങനെ ഒരു YMCAയില് ഒരു ആളിനോടൊപ്പം ആണ് ഞാനവിടെ മുറിയിൽ ഷെയർ ചെയ്യാൻ. എന്നോട് താമസിച്ച ആൾ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ രാജദൂത് മോട്ടോർ സൈക്കിളിന്റെ ഡീലറുടെ മാനേജരായിട്ട് പ്രവർത്തിക്കുക. അദ്ദേഹം വളരെ ഒരു ഭക്തനായിട്ട് മനുഷ്യനായിരുന്നു. പ്രത്യേകിച്ച് ഗുരുവായൂർ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ആ ഭക്തി നിർഭരമായ ആരാധന ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഉണർന്നു വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. എന്നാൽ അദ്ദേഹം ഒരിക്കലും എനിക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകേണ്ട രീതിയിലല്ല, പക്ഷെ വളരെ ആദരവോടുകൂടെ നമ്മളെ മനസ്സിലാക്കി ആണ് ഇടപെടുന്നത്. പക്ഷെ എനിക്കത് വളരെ സന്തോഷം. ഒരു ദിവസം പോലും മുടക്കമില്ലാതെ അദ്ദേഹം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാനും നമ്മുടെ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പരിപാടി കഴിഞ്ഞ് പിന്നാണ് എൻ്റെ ഇതിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അവിടെ താമസിച്ചത്. അത് കഴിഞ്ഞ് അവിടെ താമസിച്ചുകൊണ്ട് പാലക്കാടും ഒലവക്കോടും മുണ്ടൂരും, എനിക്ക് അവിടുന്ന് ഒരു 25 കിലോമീറ്റർ ദൂരെയാണ് മുണ്ടൂര്. അവിടെ വരെ യാത്ര ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ മുണ്ടൂര് ഒരു പ്രത്യേകത, അവിടെ ഒരു പള്ളിയില്ലായിരുന്നു. അവിടെ പള്ളി എന്ന് പറയുന്നത് ഒരു വെട്ടിക്കെട്ടായിരുന്നു. 10-30 വീട്ടുകാർ മാത്രമേ ഉള്ളൂ. എന്നാൽ അവരൊരു പള്ളി പണിയാൻ വളരെ ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ, ഞാൻ അവിടെ 1982 മെയ് 21-ാം തീയതി ചാർജ് എടുത്ത് ചെല്ലുമ്പോൾ ആ പള്ളി ഒരു ഏകദേശം ഒരു കട്ടളയല്ല, ജനൽ കഴിഞ്ഞിട്ട് നമ്മൾ പറയാം ലിൻഡൽ ലെവലിൽ ഇങ്ങനെ പണി തീരാതെ ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഒരു വലിയ വെല്ലുവിളി ആദ്യമേ എനിക്ക് കിട്ടി. അപ്പം ഞാൻ വന്ന് ആ പള്ളിയിൽ ആരാധനയ്ക്ക് 2-ാം ഞായറാഴ്ച ചെല്ലുമ്പോൾ
അവർ എന്നോട് പറഞ്ഞു, ഇത് പുതിയ അച്ഛനായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആരാധിക്കാനായിട്ട് ആഗ്രഹിച്ച് പണിയാൻ ശ്രമിക്കുന്ന പള്ളിയാണ്, പക്ഷേ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, പണിയാൻ ഒക്കുന്നില്ല എന്ന്. അപ്പോൾ അതുവരെ പണിതതിൻ്റെ പണം അത് പണിത ആളിന് കൊടുക്കാനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പണിത ആള് ഇങ്ങനെ പുതിയ അച്ഛൻ വന്നു എന്നുള്ള വേറെ അറിയുന്നത്. അപ്പം ഞാൻ പാലക്കാട്ട് ഒരു ദിവസം രാവിലെ ഇരിക്കുമ്പോൾ ഈ പള്ളി പണിയാൻ ഏറ്റിരുന്ന ആള് അവിടെ എൻ്റെ അടുത്ത് വന്നിട്ട് പണം അവർക്ക് തരാനുണ്ട്, അത് എങ്ങനെയും അച്ഛനത് നൽകണം. അപ്പം പുതിയ അച്ഛനായിട്ട് വന്നപ്പോൾ ഞാൻ എവിടുന്ന് പണം എടുക്കാനാണ്, എവിടുന്ന് പണം കൊടുക്കാനാണ്? അപ്പോൾ എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നു. അപ്പം ഞാൻ പിറ്റേ 2ാം ഞായറാഴ്ച അവിടെ പോകുന്നു. ഞായറാഴ്ച അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. അനുഭവം എന്താ പറഞ്ഞ്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കടക്കാരൻ വന്ന് എന്നെ ഉണർത്തി ഈ പണം കടം തരാനുള്ളത് തിരിച്ചു തരണമെന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഭാരം തോന്നി. ഇതെങ്ങനെയാ നമ്മളൊന്ന് പരിഹരിക്കുന്നത്? നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് നോക്കിയാലത് നടക്കും എന്നൊക്കെ. ഞാൻ ഈ പുതിയ അച്ഛനായതുകൊണ്ട് അവർക്കും അത് കേൾക്കാനും അതിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് വലിയ താല്പര്യം. അങ്ങനെ ചെയ്തപ്പം അവിടെ എനിക്കൊന്ന് ഒരു കൂലിപ്പണിക്കാരനാണ്. അയാൾ പറഞ്ഞു, അച്ഛാ ഈ കടം വീട്ടാനായിട്ട് ഞാൻ ഒരാഴ്ചത്തെ എൻ്റെ കൂലിപ്പണി കിട്ടുന്ന കാശ് പള്ളി കൊടുക്കാമെന്ന്. അത് കഴിഞ്ഞ് വേറൊരാള് അന്നേരം തന്നെ അവരുടെ കഴുത്തെ കിടന്ന ഒരു മാല ഊരി നമ്മുടെ കയ്യിൽ തന്നു. അങ്ങനെ എനിക്ക് തോന്നി, അങ്ങനെ എല്ലാവരും കൂടെ അവിടെയുള്ള 10-30 വീട്ടുകാർ എല്ലാവരും കൂടെ സഹകരിച്ചു. ഞാനും എൻ്റെ ഒരു വിഹിതം വിട്ട് അത് എനിക്ക് തോന്നി അടുത്ത മാസത്തെ സർവീസിന് മുമ്പേ എനിക്ക് കടം വീട്ടാനായിട്ട് സാധിച്ചു. എന്നാൽ പള്ളി പണിയുന്ന കാര്യം എങ്ങനെയാ? അപ്പം ഞാൻ അതിനെപ്പറ്റി വളരെ കൺസേൺഡ്. തിരുമേനിയുടെ ഒരു വലിയ ഒരു ചലഞ്ചും ഉണ്ടല്ലോ ഇതിൽ. അപ്പോൾ ഇത് പണിയണമല്ലോ എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അപ്പോൾ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന ഉപദേശി, ആ ഉപദേശി നല്ല ഒരു സുവിശേഷകനാണ്. അദ്ദേഹം പ്രാർത്ഥനയിൽ ഭയങ്കര വിശ്വാസമുള്ള. അപ്പം അദ്ദേഹം എന്നെ എപ്പോഴും, അച്ഛാ നമുക്ക് പ്രാർത്ഥിക്കാം, അച്ഛാ നമുക്ക് പ്രാർത്ഥിച്ചാൽ ഇത് നടക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ അച്ഛന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഞാനും കൂടെ ഇരിക്കാം എന്നൊക്കെ പറഞ്ഞ് പള്ളിക്കാരോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യത്തെ പറ്റി പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി നമുക്കൊരു ഉപവാസ പ്രാർത്ഥന അങ്ങ് പ്രഖ്യാപിക്കാം. ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇടവയായിട്ട് 3 ദിവസം ഫാസ്റ്റിംഗ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം 3 ദിവസം ഭക്ഷണം കഴിക്കാതെ പ്രാർത്ഥിക്കാനായിട്ട് ഇടവയായിട്ടിരിക്കുക. അത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ആഹ്വാനം ചെയ്തപ്പോൾ ഈ പുതിയ അച്ഛന്മാരുടെ ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് എൻ്റെ ഈ വാക്ക് കേട്ടനുസരിച്ച് ഇടവക്കാർ മൊത്തം ഇതിനു വേണ്ടി തയ്യാറായി. ഈ ഒരു വെള്ളിയാഴ്ച ഞാൻ അവിടെ ഉപവാസ പ്രാർത്ഥനയുണ്ട്. പിന്നെ ആ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മുണ്ടൂർ ജംഗ്ഷൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, ബസ് കാത്ത് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഒരു വെള്ള അംബാസഡർ കാർ അവിടെ വന്ന് നിൽക്കുന്നു. ഈ കുപ്പായം കണ്ടുകൊണ്ട്, പാലക്കാട്ട് കുപ്പായം കൊണ്ട് എന്നെ കണ്ടുകൊണ്ട് നിർത്തിയ ആ വണ്ടിയിൽ നിന്ന് പിന്നെ യാത്ര ചെയ്ത് വന്ന ആ പുള്ളി ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛാ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഈ മാർത്തോമ പള്ളിയുടെ വികാരിയാണ്, ഞാൻ എഴുതി കഴിഞ്ഞിട്ട് അങ്ങ് പാലക്കാട്ടിന് പോകാൻ നിൽക്കുക. ഞാനും ആ പള്ളി കുറേ നാളായിട്ട് കാണുന്നുണ്ട്, പണി തീരാതെ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ പള്ളി ഒന്ന് കാണാൻ നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോകാനൊക്കെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണാം. അപ്പം ഒരു ബസ് വന്ന് അവിടെ നിന്നപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ചാടി ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് ഇദ്ദേഹത്തോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ആരാ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാറിൽ കയറി ഞങ്ങൾ പിന്നെയും പള്ളിയുടെ അവിടെ പോയി പള്ളി ഒക്കെ കണ്ട് ഇങ്ങനെ പണി തീരാ കിടക്കുന്ന പള്ളി കണ്ടേച്ച് പുള്ളി പറഞ്ഞു, അച്ഛാ ഇത് പള്ളി നമുക്ക് പണിയണോ വെച്ചാ എന്ന് പറഞ്ഞു. എന്നാൽ ഈ പുള്ളി ആരാണെന്ന് ചോദിക്കാൻ എനിക്ക് ഒരു സ്വാതന്ത്ര്യം എന്നാലും ഫീൽ ചെയ്തില്ല. അദ്ദേഹം എന്നെ നേരെ പാലക്കാട്ട് ഈ YMCAയുടെ അവിടെ വിട്ടു. എന്നിട്ട് പുള്ളിയുടെ ഫോൺ നമ്പരും തന്നു, അഡ്രസ്സും തന്നു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഈ പള്ളി പണിയണോ വെച്ചാ. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ ഞാൻ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ചെല്ലണം എന്ന് ഉപദേശി എന്നോട് പറഞ്ഞു. ഞാൻ എല്ലാ ആഴ്ചയിലും അവിടെ പ്രാർത്ഥനയ്ക്ക് പോകാറില്ല, 3 പള്ളിയുള്ളതുകൊണ്ട്.
അപ്പം ഞാൻ പറഞ്ഞല്ല, അന്ന് പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പം എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നല്ല തോന്നി. ഈ മറ്റേ ആളെന്ന് തന്ന ആ ഫോൺ നമ്പറിനനുസരിച്ച് ആ പുള്ളിയുടെ വീട്ടിലോട്ട് പോകണമെന്നുള്ളൊരു ഉൾവിളി തോന്നി. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാതെ നേരെ പുള്ളിയുടെ വീട്ടിലോട്ട് പോയി. അത് അവിടുന്ന് പാലക്കാട് നിന്ന് ഷൊർണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ അവിടുന്ന് പുള്ളിയുടെ വീട്ടിൽ ചെന്നു. പുള്ളിയുടെ വീട് ഒരു മലയുടെ മണ്ടയില്ല. അവിടെ ഒരു 7:15 ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ കണ്ടപ്പോൾ വലിയ സന്തോഷം. പുള്ളിയുടെ ആ നേരം മുറ്റത്തിങ്ങനെ നടക്കുക. അത് കഴിഞ്ഞ് പുള്ളിയുടെ കൂടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് പുള്ളിയുടെ ഓഫീസിൽ വന്നു. അപ്പോഴും പുള്ളി പറയുന്നുണ്ട് ഈ പള്ളിപണി നടക്കും. അപ്പം ഞാൻ എല്ലാം വർത്തമാനമൊക്കെ പറഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോൾ പുള്ളി അലമാരി തുറന്ന് ഒരു 13,000 രൂപ എൻ്റെ കയ്യിലെടുത്ത് തരിക. എന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് അച്ഛൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ പള്ളിപണിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ അന്നത്തെ കാലത്ത് 13,000 രൂപ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഇന്നത്തെ ഒരു 13 ലക്ഷം രൂപ കിട്ടുന്ന ആ ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. കാരണം അത്രയ്ക്ക് നമുക്കന്ന് ശമ്പളം വാല്യൂ ഉണ്ട്. 300 രൂപ ഏതാണ്ടേ ഉള്ളൂ ശമ്പളം. ഇപ്പോഴാ 13,500 രൂപ എനിക്ക് തരുന്നു. അപ്പൊ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു പണം തലേ ദിവസം അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് കൊടുത്തത് അതുപോലെ അവിടെ വെച്ചിരുന്നതാണ്. ആ പണമാണ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് എനിക്കപ്പോൾ ആ പണം കിട്ടിയപ്പോൾ ഞാൻ ഈ ആ പള്ളിയിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളുകൾ ഇരിക്കില്ലേ, അവിടെ ചെന്ന് അവരോട് ഇത് പറയണമല്ലോ. അപ്പം ഞാൻ അവിടുന്ന് നേരെ എൻ്റെ ചെറിയ ബൈക്കേൽ അവിടെ നേരെ പള്ളിയുടെ അവിടോട്ട് പോയി. അപ്പോൾ ഒരു 10-60 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറും കൊണ്ടൊക്കെ 1.5 മണിക്കൂറും കൊണ്ടൊക്കെ അവിടെ ചെന്നെത്തും. അവിടുന്ന് ഞാൻ നേരെ അവിടെ പള്ളിയുടെ അവിടെ ചെന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ വരുമെന്ന് പറഞ്ഞു, വന്നില്ലല്ലോ അറിയിച്ചു. അന്ന് ഫോണൊന്നുമില്ലല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുക. അവർ പ്രാർത്ഥനയൊക്കെ തീരാറായി സമയത്ത് ഞാൻ ചെന്ന് കയറിയപ്പോൾ അവരും വലിയൊരു സന്തോഷത്തിലിരിക്കുക. എന്തോ അവരുടെ സന്തോഷം ചോദിച്ചാൽ അവരുടെ ഇടയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവൻ ഈ പള്ളിപ്പണിയുടെ കാര്യം അവിടെ പറഞ്ഞ്, ശരി കൂലിപ്പണി പോലുള്ള ഏതാണ്ട് ജോലി, അവിടെ നിന്ന് 39,000 രൂപ അദ്ദേഹം പിരിച്ച് ഈ പള്ളിയുടെ ആവശ്യത്തിന് അയച്ചു കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത എന്നോട് പറയാൻ ഇവരിയ്ക്കുക. ഞാൻ ചെന്ന് ഇതങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് വലിയൊരു സന്തോഷത്തിന്റെ, ഒരു സ്തോത്രത്തിന്റെ വലിയ അവസരമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് പിറ്റേ ആഴ്ച തൊട്ട് പള്ളിപ്പണി അങ്ങ് ആരംഭിക്കുക. മറ്റേ കോൺട്രാക്ടർ തന്നെ? മറ്റേ കോൺട്രാക്ടർ തന്നെ. കോൺട്രാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളാ. അതെ, അവരിൽ കൂടെ പള്ളിപ്പണി അങ്ങ് ആരംഭിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും പൈസ വേണമല്ലോ. അപ്പം ഞാൻ പൈസ വേണ്ടിയപ്പോൾ ഈ പാലക്കാട്ടുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കുറേ കാശ് ഞാൻ ചില ആളുകളോടൊക്കെ പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും ഈ പള്ളിപ്പണിക്ക് ആവശ്യമുള്ള തുടർന്നുള്ള പണം ഞാൻ ഈ ഷൊർണൂരിൽ നിന്ന് കണ്ട CA ജോർജ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം മയിൽ വാഹനത്തിലെ ഓണറാ. അദ്ദേഹം മയിൽ വാഹനം ബസ്സിന്റെ ഓണറാ. അപ്പം പുള്ളിയോട് ചെന്ന് പറയാനും എനിക്ക് ഈ പള്ളി പണിയാനായിട്ടുള്ള ആവശ്യത്തിനുള്ള പണം ഇങ്ങനെ പുള്ളി കുറേശ്ശെ തന്നുകൊണ്ടിരുന്നു. അത് മാത്രമല്ല, ഈ പള്ളിയുടെ ഡോറും ഇതിൻ്റെ സ്ട്രെസ് വർക്കും എല്ലാം പുള്ളിയുടെ ഈ ഷൊർണൂറുള്ള ആ പുള്ളിയുടെ കമ്പനിയിൽ അതുണ്ടാക്കി. അതായത് മുണ്ടൂർ പള്ളിയുടെ ഡോറ് കണ്ടാൽ അത് മുഴുവൻ അയൺ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഈ പാളിയുണ്ട്, അയൺ പാളി, അല്ലാതെ തടിയല്ല. അതുകൊണ്ട് പുള്ളി ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി തന്നു. അപ്പോഴത്തേക്ക് നമ്മൾ പള്ളിപ്പണി ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെയ് മാസം 21-ാം തീയതി ആണല്ലോ. അപ്പോഴത്തേക്ക് ഏകദേശം ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് പള്ളി ഒരു രൂപമായി. അതിൻ്റെ ഡ്രസ് വർക്കെല്ലാം കഴിഞ്ഞു. പിന്നെ ആസ്പെറ്റോ ഷീറ്റ് ഇട്ടു. അതിനെല്ലാം കാശ് അങ്ങനെ പുള്ളി തന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പണി അങ്ങോട്ട് മൂത്ത് മുന്നോട്ട് വന്നപ്പോൾ ഈശോ തിരുമേനിയോട് കണ്ടു പറഞ്ഞു, മെയ് മാസം 21-ാം തീയതി തന്നെ ഇതിൻ്റെ കൂദാശ 83 മെയ് മാസം 21-ാം തീയതി കൂദാശ നിർവഹിക്കാനായിട്ട് തിരുമേനി അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയുടെ താല്പര്യപ്രകാരം നമ്മൾ സഭയിലെ മെത്രാപ്പൊലീത്തായ്ക്ക് അയച്ച് അതിൻ്റെ ഇതിന് പെർമിഷൻ വാങ്ങിക്കണം. ആ പെർമിഷനൊക്കെ വാങ്ങിച്ച് തിരുമേനി മെയ് 21-ാം തീയതി കൂദാശ ചെയ്യാനായിട്ടുള്ള ക്രമീകരണം. അപ്പോഴത്തേക്ക് പള്ളിയെല്ലാം പണിയെല്ലാം പൂർത്തീകരിച്ച് പെയിന്റിങ് വർക്കൊക്കെ തുടങ്ങി. പള്ളിയുടെ മണി കെട്ടാനായിട്ടുള്ള ആ സ്ഥലമൊക്കെ. അപ്പം പുള്ളി മണിയും നമുക്ക് വാങ്ങിച്ചു തന്നു.
അങ്ങനെ അത് പണി അങ്ങനെ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മെയ് മാസം 9 ഒരു കല്യാണ ഉറപ്പിന് ഞാൻ പോയി മുണ്ടൂര്. ആ കല്യാണ ഉറപ്പ് കഴിഞ്ഞൊരു തിരിച്ചു വന്നപ്പോൾ ഒരു 1:30-2 കാണും. അപ്പോൾ ഈ പള്ളിപ്പണി കാണാൻ വിചാരിച്ച് ഞാൻ അവിടോട്ട് ചെന്നപ്പോൾ അവിടെ ഈ പള്ളി പെയിന്റ് ചെയ്യുന്ന ആളുകൾ അകത്തുണ്ട്. പിന്നെ പോയിന്റ് ചെയ്യുന്ന ഈ സിമന്റ് പോയിന്റ് ചെയ്യുന്ന മേസ്തിരിമാർ പുറത്തുണ്ട്. അങ്ങനെ ഒരു 3-4 മേസ്തിരിമാരും പണിക്കാരും പിന്നെ ഉപദേശിയും അങ്ങനെ വേറൊരാൾ. അന്നേരം എൻ്റെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അവിടുത്തെ മുണ്ടൂർ പള്ളിയിൽ. അവൻ പറഞ്ഞു, വെച്ചാൽ ഒരു മഴക്കോളുണ്ട്, ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ഞാൻ പോയി ഒരു കുട എടുത്തുകൊണ്ട് വരട്ടെ. ഞാൻ പറഞ്ഞു, എന്നാൽ പോയി ഒരു കുട എടുത്തുകൊണ്ട് വാ. അവൻ ഈ കുട എടുക്കാൻ പോയി സൈക്കിളെ പോയി കുട എടുത്തുകൊണ്ട് തിരിച്ചു വരിക. അപ്പോൾ അവിടെ ഇരുന്ന് പണിയുന്ന ആ ഒരു മേസ്തിരിയുണ്ട്, അദ്ദേഹത്തെ പള്ളിയിൽ സ്നാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ വിവാഹം ഈ പള്ളി കൂദാശ കഴിഞ്ഞ് ആദ്യം നടത്താൻ തീരുമാനിച്ചിരിക്കുക. അപ്പം അത് നാഗർകോവിൽക്കാരനാണ്. അത് നമ്മുടെ പള്ളിയിൽ ചേർന്ന് കല്യാണം നടത്താനൊക്കെ ഉള്ള റെഡിയാക്കി അങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ അദ്ദേഹത്തെ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ആ ഫ്രണ്ട് ഡോറിൽ ഞാൻ ഇങ്ങനെ പിടിച്ച് ഈ അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അവൻ അതിൻ്റെ താഴത്തെ പോയിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ഈ കുടയും കൊണ്ട് വരുന്നത്. ഈ കുടയും കൊണ്ട് വന്ന ആ പുള്ളി, അച്ഛാ കുടയുന്ന ഞാൻ ഇത്തിരി പേപ്പർ. അപ്പോൾ കുട വാങ്ങിക്കാൻ ഞാൻ അവൻ്റെ അടുത്തോട്ട് പോകുന്നു. ഇവൻ ഈ പേപ്പർ മേസ്തിരിയുടെ കൊടുക്കാൻ അങ്ങോട്ട് വരുന്നു. ഇത്രേ സമയമുള്ളൂ, ഒരു ഇടി അങ്ങ് വെട്ടി. ആ ഇടി വെട്ടിയത് ഈ പള്ളിയുടെ ആ മണി കെട്ടുന്ന അവിടുത്തെ വെട്ടി ആ ഭാഗത്തുനിന്ന് തീയോളം താഴോട്ട് വീഴുന്നത് പോലെ കാണാം. ഞാൻ നോക്കിയപ്പോൾ ഈ തേച്ചോണ്ടിരുന്ന ആ മേസ്തിരി ഉണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ മലന്ന് കിടക്കുക, കുക്കറായിട്ട് ഇങ്ങനെ അന്ത്യശ്വാസം ഭരിക്കുന്നത്. അകത്ത് പള്ളിയിൽ ചെന്നപ്പം വേറെ 3 പേര് അങ്ങനെ കിടക്കുന്നു. ഈ എനിക്ക് പേപ്പറും കൊണ്ടുവന്ന ഇവനുണ്ടല്ലോ, അവൻ അവിടുന്ന് തെറിച്ച് എൻ്റെ കാച്ചോട്ടിലോട്ട് വന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നതിൻ്റെ അപ്പുറത്ത് ഈ റീലിങ്സ് എല്ലാം കൂടെ പണിത് വെച്ചിട്ടുണ്ട്. ആ റീലിങ്സ് ഒക്കെ ഉപ്പ് ചിഹ്നമായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ഒരു 3 പേര് എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്നു. അപ്പം എന്തോ ചെയ്യുന്നു, ഭയങ്കര മഴയും പെയ്യാം. അപ്പൊ ആദ്യം വന്നൊരു കച്ചി ലോറിയ അത് തടഞ്ഞു നിർത്തി. കഴിഞ്ഞിട്ട് വേറൊരു അതിലെ വന്നൊരു ടാക്സി കാറ് തടഞ്ഞു നിർത്തി ഇവരെ പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പം അവർ എല്ലാവരും 3 പേര് ഒരു രക്ഷയില്ല എന്നുള്ളതില്ല. അതിലൊരാൾ ഗുരുതരമാണ്, എല്ലാവരെയും അറിയിച്ചോളാനൊക്കെ പറഞ്ഞു. എനിവേ ഇവര് അവിടെ ആശുപത്രിയിൽ ചികിത്സിച്ചു. മെയ് മാസം 9 പറഞ്ഞു. നമ്മൾ 21 കൂദാശയാണ് ചെയ്യും. എനിവേ അപ്പോഴത്തേക്ക് പിറ്റേ ദിവസത്തെ മനോരമയിലും മറ്റേ ഹിന്ദു പത്രത്തിലും ഒക്കെ പുതിയ പള്ളിക്ക് ഇടിവെട്ടി എന്നൊക്കെയുള്ള വാർത്തയും വന്നു. അപ്പൊ ലോകമെങ്ങും ഈ കാര്യം അറിയുകയും ചെയ്തു. അപ്പം നമ്മൾ വിചാരിച്ചു, ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ആഗ്രഹിച്ച് ഇവരെല്ലാം ഒരുമിച്ച്, അപ്പൊ ഇതെന്തോ ചിലരൊക്കെ പറഞ്ഞു ഇത് ശാപമാ മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ദൈവനാമം മഹത്വപ്പെടാനായിട്ട്. എനിവേ ഈ മരിച്ചു പോകുന്നൊക്കെ പറഞ്ഞെങ്കിൽ ആരും മരിച്ചില്ല. ഇതിന്റെ പണിയൊക്കെ പിന്നെ നമുക്ക്, അതുകൊണ്ട് ആ മണിമാളിയെ അതിന്റെ അതേ കെട്ടാൻ ഒത്തിട്ടില്ല. ഈ നമ്മുടെ പള്ളിക്കകത്തൊരു ഈ ഡ്രസ് വർക്കിന്റെ അകത്തേ കെട്ടിട്ടുള്ളൂ. അത് ഇന്നും അങ്ങനെ. അതെ, അങ്ങനെ ആയിക്കഴിഞ്ഞ് ആ പള്ളി മെയ് മാസം 21 കൂദാശ ചെയ്യാൻ സാധിക്കും. അവിടെ ദൈവം അത്ഭുതകരമായി നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ച അനുഭവം ആണ് ഒരു പ്രത്യേകമായിട്ടുള്ള അനുഭവം. മെയ് 21 എനിക്ക് കൽപ്പന തരുന്നത്. കൽപ്പന തന്ന തോമസ് തിരുമേനി എന്നോട് പറഞ്ഞെങ്കിൽ പിറ്റേ വർഷം മെയ് 21 82 മെയ് 21 എനിക്ക് ചാർജ് എടുക്കാൻ സാധിച്ചെങ്കിൽ പിറ്റേ വർഷം 83 മെയ് 21 അതിന്റെ കൂദാശ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ആ കൂദാശ കഴിഞ്ഞിട്ട് തിരുമേനി തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ഈ പാലക്കാട്ട് YMCയിലാണ്. അപ്പം ഞാൻ പാലക്കാട്ടുള്ള ആളുകളോട് പറഞ്ഞു, ഇനിയും വരുന്ന അച്ഛന് ഈ ലോഡ്ജ് കിടക്കാനായിട്ട് ഇടയാകരുത്. അവിടെ നമുക്ക് അവിടെ ഒരു 10 സെന്റ് സ്ഥലം നമുക്ക് പള്ളിക്ക് ഈ പാലക്കാട് സിവിൽ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ഉണ്ട്, ഈ പള്ളിയുടെ അടുത്ത് തന്നെ. നമുക്ക് അവിടെ ഒരു പാർസനേജ് പണിയണം. അങ്ങനെ അവർ അതിന് തീരുമാനിച്ചു. ഈ കൂദാശ കഴിഞ്ഞ് തിരുമേനി വന്ന് ഈ പാർസനേജിന് തറക്കല്ലിട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നി ഒരു നമ്മുടെ ഇടവിൽ തന്നെയുള്ള ഒരു കോൺട്രാക്ടർ, തേരടപ്പള്ളിയിലൊരു ആള്,
പിന്നെ PC മത്തായി എന്ന് പറയുന്ന ആള്. ഓക്കെ. അദ്ദേഹം പണി അങ്ങ് ഏറ്റെടുത്ത് അങ്ങ് നടത്തി. ഓക്കെ. അദ്ദേഹം 3-4 മാസം കൊണ്ട് പണിത് പൂർത്തീകരിച്ച് തന്നു. നമ്മൾ അന്ന് കാശൊക്കെ ദൈവകൃപയാൽ പാലക്കാട് എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ല കഴിവുള്ളവരാവും മിക്കവാറും എല്ലാവരും. അവരെല്ലാം കൂടെ സഹകരിച്ച് 3-4 മാസം കൊണ്ട് പാർസനേജ് പണിത് ഞാൻ പിന്നെ അതിൻ്റെ അകത്തൊരു 3 വർഷം കൂടെ താമസിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. അങ്ങനെ പാർസനേജ് അവിടെ പണിതു. ആ പാർസനേജ് ഇപ്പോഴത്തെ സമയത്ത് പോരാന്ന് പറഞ്ഞുകൊണ്ട് അത് ഇടിച്ചു കളഞ്ഞിട്ട് ഇപ്പം വലിയ പാർസനേജ് അവിടെ പണിതിട്ട് കൊടുത്തു. ഓക്കെ. അവിടെ വെച്ചാണ് ബ്രദറുമായിട്ടൊക്കെ പരിചയം. അതെ. അവിടെ ജേക്കബ് സമയലുമായിട്ടുള്ള ആ ബന്ധമുണ്ടാകും. ജേക്കബ് സമയല്, പിന്നെ ക്യാമ്പസ് ക്രൂസൈഡിലെ ഒരു തോമസ് കൈതമറ്റം, ഇപ്പൊ ഈ കഴിഞ്ഞിടയിൽ മരിച്ചുപോയ ഒരു ക്യാമ്പസ് ക്രൂസൈഡിലെ ഒരു പ്രവർത്തകനുണ്ട്, ഒരു ജെയിംസനും ഉഷ, ഇവരെല്ലാം ഞങ്ങളെല്ലാം ഒരു ടീമായിട്ട് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ അന്ന് പാലക്കാട്ടുള്ള ഒരു പ്രത്യേകത, ഈ പാലക്കാട്ടിലെ പിള്ളേരെല്ലാം നല്ല കഴിവുള്ളവരാ. അപ്പൊ നമുക്ക് പള്ളിയില് ഈ ഞായറാഴ്ചത്തെ ഒരു ആരാധനയല്ല, മറ്റൊന്നുമില്ല, ഒരു കമ്മിറ്റി ഇല്ല, ഒന്നുമില്ല. അവിടെ അത് മാത്രം മതി. അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്ല. അപ്പം ക്രിസ്മസ് കരോൾ സർവീസ് വന്നപ്പം നമ്മുടെ പിള്ളേരുണ്ടെങ്കിലും അവിടെ കരോളിന് പാടാനായിട്ട് ഈ പിള്ളേരൊന്നും മുന്നോട്ട് വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഞ്ചിനീയറിംഗ് കോളേജാണ്, NSS എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അവിടെ നമ്മുടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. കുറേ പിള്ളേരെന്ന് പറഞ്ഞാൽ മാർത്തോമക്കാരും ഉണ്ട്, അല്ലാതെ. ഞാൻ ഇവരെ കാണാനായിട്ട് ഇടയ്ക്ക് പോകും. അത് ധോണിയിലായി, ഒലവക്കോട് ധോണി. അവിടെ അവരുടെ അടുത്ത് പോയി വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ അവരെ ഈ കരോൾ സർവീസിന് പാട്ട് പാടാനായിട്ട് വരണമെന്ന് പറഞ്ഞു. അതിൽ ഹിന്ദുക്കളും ഉണ്ട്, മലയാളി മാർത്തോമക്കാരും ഉണ്ട്, പിന്നെ യാക്കോക്കാരും ഉണ്ട്. അങ്ങനെ പല കമ്മ്യൂണിറ്റിപ്പെട്ടവർ ആദ്യമായിട്ട് പാലക്കാട് സെന്റ് തോമസ് പള്ളിയിലെ കൊയർ രൂപീകരിച്ച, അങ്ങനെ ആ രൂപീകരിച്ച കൊയറാണ് ആദ്യത്തെ കരോൾ സർവീസിന് പാടുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഉള്ള യുവജനങ്ങളെ ചലഞ്ച് ചെയ്യാൻ സാധിച്ചു. കുറേ പിള്ളേർ നല്ല കഴിവുള്ളവർ, പ്രൊഫഷണലായിട്ട് പാടുന്ന ആളുകളുണ്ട്. അവിടെ പ്രൊഫഷണലായിട്ട് പാടുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ ഒരിക്കലും പള്ളി വരത്തില്ല, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അപ്പോൾ അവന് എന്നെ കാണാനായിട്ട് വന്നു. അവൻ്റെ വീട് മാറുന്നു. അപ്പോൾ ആ വീട്ടിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, അടുത്ത ആഴ്ച തൊട്ട് പള്ളിയിൽ വരണം, യുവജന സെക്രട്ടറി ഇരിക്കണം, ഗായക സംഘത്തിൽ. അവൻ ശരിക്കും ഈ പ്രൊഫഷണൽ സിംഗറാ. അപ്പൊ അവനെ നമ്മുടെ പള്ളിയിലോട്ട് അടുപ്പിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ കഴിഞ്ഞപ്പം ഈ പിള്ളേർക്ക്, യുവജനങ്ങൾക്ക് വേണ്ടി ഇവരെ ഒന്നും നമ്മുടെ കൂടെ അങ്ങനെ ഈ പള്ളി വന്നേച്ചങ്ങ് പോകുന്നു, പിന്നെ കാണുന്നില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു. അവർക്ക് വേണ്ടി ഞാൻ ഒരു പ്രത്യേക കൂട്ടായ്മ, യുവജനങ്ങൾ, പുരുഷന്മാർക്ക് വേണ്ടി, യുവതികളില്ല, യുവാക്കന്മാർക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് ഒരു 8 മണിക്ക് ഇവരുടെ വീടുകളിൽ മാറി മാറി ഒരു 10-18 പേര് കൂടുമായിരുന്നു. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അതെ. ആ മീറ്റിങ്ങിൻ്റെ അകത്ത് പാലക്കാട് തന്നെ ഉള്ള ഒരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു 2 പേര്, പച്ചയും രാജു, അവരോട് ഇതിൻ്റെ അകത്ത് വന്ന് അവർ ഈ പാട്ടിൻ്റെ അകത്ത് വളരെ, പച്ച എന്ന് പറയുന്നവൻ ഭയങ്കര ഡ്രം സെറ്റ്, ഇതൊക്കെ, രാജു എന്ന് പറയുന്നവൻ ഗിറ്റാറിസ്റ്റാണ്. അങ്ങനെയുള്ള അപ്പോഴത്തേക്ക് നമ്മൾ പള്ളിയിൽ ഒരു ഓർഗനൊക്കെ വാങ്ങിച്ചു. അപ്പം നമുക്ക് ഒരു പള്ളിയിൽ തന്നെ ഒരു മ്യൂസിക്കൽ ട്രൂപ്പ് അങ്ങ് ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ആ ട്രൂപ്പ് നല്ല സ്ട്രോങ് ആയിട്ട് വന്നു. യുവനസംഘത്തിൻ്റെ ക്യാമ്പിലൊക്കെ ഇവരുടെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ സക്രിയാസ്തരമി എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ പിള്ളേർ വന്ന് ഇത്രയും പാടുകയൊക്കെ ചെയ്തപ്പോൾ. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ ഒരു പ്രോത്സാഹനം നൽകി. അപ്പം ഞങ്ങൾ അതിനൊരു പേര് കൊടുത്തു, പാലക്കാട് ഡിവൈൻ സിംഗേഴ്സ് എന്നുള്ള പേര് നൽകി. അങ്ങനെ പാലക്കാട് ഡിവൈൻ സിംഗേഴ്സ് രൂപം പ്രാപിച്ചു. ഞങ്ങൾ ആദ്യം ചെയ്ത പ്രോഗ്രാം അവിടുത്തെ കോട്ടമൈതാനത്ത് ഒരു പബ്ലിക് പ്രോഗ്രാം നടത്തി. അതിന് നല്ല മൈക്ക് സെറ്റും കാര്യങ്ങളും. കാരണം അന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പുതിയത് വരുമ്പോഴത്തേക്ക് ഈ ആളുകൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം സാമ്പത്തിക ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അവിടെ പിന്നെ നമ്മൾ പബ്ലിക്കായിട്ടുള്ള ആ സ്റ്റേഡിയത്തിൽ നടത്തണമെങ്കിൽ വലിയ ചിലവല്ലേ. ഞങ്ങളൊരു സ്റ്റേജും ഒക്കെ കെട്ടി മൈക്ക് സെറ്റും മറ്റേ ഇതെല്ലാം റെഡി, ഈ പുതിയ രീതിയിൽ അവിടെ. അപ്പൊ അന്ന് അവിടുത്തെ പോലീസ് പരേഡിന്റെ അവസാനം, അപ്പം നമ്മുടെ SP ആയിട്ടുള്ള ആള് നമ്മുടെ മെമ്പറാണ്, KJ ജോർജ് എന്ന് പറയും.
ഓക്കെ. ഇപ്പം ചെങ്ങന്നൂർ താമസിക്കുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ഈ പോലീസ് ക്യാമ്പിന് വന്ന ആളുകൾ ഒരു 10,000 പേരുണ്ട്. ഓക്കെ. പിന്നെ നമ്മള് കുറെ പേര് എല്ലാം കൂടെ നല്ല ഒരു പ്രോഗ്രാമായിട്ട് അവിടെ ഒരു 2 മണിക്കൂറത്തെ ഒരു പ്രോഗ്രാമും. അന്നത്തെ UN സെക്രട്ടറി സണ്ണി മാത്യൂസിനുണ്ട്, അച്ഛൻ അവിടെ നല്ലൊരു പ്രസംഗവും ചെയ്തു. അങ്ങനെ അവിടെ പാലക്കാട് ഡിവൈൻ സിംഗേഴ്സ് എന്നുള്ള ആ പിന്നെ ഒരു ട്രൂപ്പിനെ ഉണ്ടാക്കാൻ സാധിച്ചു. ആ ട്രൂപ്പ് നല്ലതായിട്ട് ഡെവലപ്പ് ചെയ്തു. ഞങ്ങള് പിന്നെ കുന്നുംകുളത്ത് പോയി പാടിയിട്ടുണ്ട്. പിന്നെ ചുങ്കത്തറ കൺവെൻഷന് ആർട്ട് ബീറ്റ്സുകാർ പിന്നെ ടിക്കറ്റ് വെച്ച് നടത്താനിരുന്ന ഒരു തീരുമാനം എടുത്ത അവരെ ബുക്ക് ചെയ്തിരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒടുവിൽ ഹാർട്ട് ബീറ്റ്സുകാർക്ക് വരാനൊക്കാതെ വന്നപ്പോൾ നമ്മളെ പറ്റി കേട്ടു. നമ്മൾ പോയി അവിടെ ഈ ഹാർട്ട് ബീറ്റ്സിന് പകരം പാട്ടുപാടി. അപ്പോൾ അങ്ങനെ ഞാൻ പോരുന്നിടം വരെയും അത് വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയി. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ പച്ചേ രാജു അവര് ഹൈന്ദവരായിട്ടുള്ള ആ ഫാമിലി നമ്മുടെ പള്ളിയിലോട്ട് ചേർന്നു. പിന്നെ നമ്മുടെ ഈശോ തിരുമേനി അവിടെ സ്നാനപ്പെടുത്തി സഭയിലോട്ട് ചേർത്തു. അങ്ങനെ ഒരു വലിയ ഒരു പുതിയ അനുഭവത്തിൽ കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. വേറെ വലിയൊരു അനുഭവം എനിക്കുള്ളത്, ഞാൻ പാലക്കാട് ശുശ്രൂഷ ചെയ്യുമ്പോൾ കരിമ്പയിൽ ശുശ്രൂഷ ചെയ്യുന്നത് കുരുവിളപ്പച്ചനാണ്. അച്ഛനാ കരിമ്പയിൽ. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് പട്ട കേൾക്കുന്നത്. അപ്പം അച്ഛൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഈ പിന്നെ അട്ടപ്പാടിയിലുള്ള ഒരു പള്ളിയിലെ ഒരു പയ്യൻ കല്യാണം കഴിക്കുന്നു. ആ കല്യാണത്തിന് അച്ഛനോട് പറഞ്ഞു 2 അച്ഛന്മാർ ഒരുമിച്ച് ആ കല്യാണത്തിൽ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ ഒരു സന്തോഷമായിരിക്കും. അപ്പം പാലക്കാട് അഗളിയിൽ ഇറങ്ങിയിട്ട് 6-7 കിലോമീറ്റർ മുകളിലോട്ട് നടക്കണം ആ കല്യാണത്തിന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഒരു ഞായറാഴ്ച, തിങ്കളാഴ്ച എങ്ങണ്ട ഒരു ഞായറാഴ്ച പള്ളി ആരാധനയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുണ്ടൂരിന്ന് ഇങ്ങനെ കരിമ്പയ്ക്ക് പോവുക ബൈക്കിൽ. അപ്പോൾ ആ വഴിയിൽ വെച്ച് നമ്മുടെ ഇടവിലെ ബേബി മാത്യു എന്ന് പറയുന്ന ആള് എന്നെ കണ്ടു. എന്നോട് ചോദിച്ചു, എവിടെ പോവച്ചാ? അതായത് ഞാനിങ്ങനെ നാളെ ഒരു കല്യാണമുണ്ട്, അതിനുവേണ്ടി. അച്ഛാ, നാളെ കല്യാണത്തിന് പോകരുത്, കാരണം നമ്മുടെ പാലക്കാട് സെൻറ്റർ കരോൾ സർവീസ് എന്ന് പറഞ്ഞാൽ എക്യുമിനിക്കൽ കരോൾ സർവീസ് നടത്താനായിട്ട് ഈ വർഷം നമ്മുടെ ചുമതലയിൽ നടത്തണം. അച്ഛൻ അതിൻ്റെ പ്രസിഡന്റ് ആകണം, മറ്റേതാന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം എന്നെ മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ എന്നെ കാത്തിരിക്കുക. അപ്പം നമുക്ക് പോകണമെന്നില്ലല്ലോ പറയാൻ. അപ്പം പിന്നെ ഇവന്റെ വാക്ക് ഈ നിർബന്ധം കൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. പിറ്റേ ദിവസം ഈ കമ്മ്യൂണിക്കൽ കരോൾ സർവീസിന്റെ ആ കമ്മിറ്റിയിൽ പ്രസിഡന്റായി നമ്മുടെ അലക്സാണ്ടർ മാർത്തോമയെ കൊണ്ടുവരാനായിട്ടൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ കുരുവിള വിളിപ്പിച്ചും കല്യാണത്തിന് രാവിലെ പോയപ്പം വലിയ വിഷമത്തോടു കൂടിയാണ് പോയത്. കാരണം അച്ഛനെ കാണുമെന്ന് പറഞ്ഞു, ഇത്രയും നടക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വരാത്തതെന്നൊക്കെ വിചാരിച്ചു. അപ്പം എനിക്ക് അച്ഛനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. ഇവിടെ അച്ഛൻ കല്യാണത്തിന് ഈ ആളുകളെല്ലാം കൂടെ ഈ ബസ്സുകാർ ഇങ്ങനെ അട്ടപ്പാടിയിൽ പോയി. അപ്പോൾ അട്ടപ്പാടി പോകുമ്പം 13 ഹെയർ പിന്നാണ്. അതെല്ലാം കയറി അങ്ങ് പോയി കല്യാണമൊക്കെ നടത്തി കഴിഞ്ഞ് ഈ കല്യാണം നടന്ന മണവാളും മണവാട്ടി എല്ലാവരും കൂടെ ഈ അവിടുത്തെ ലൈൻ ബസ്സല്ല കയറി തിരിച്ചു വരിക. അപ്പോൾ ഈ തിരിച്ചിറങ്ങി വരുമ്പോൾ അതിൻ്റെ 7ാമത്തെ ഹെയർ പിന്നിൻ്റെ അവിടെ വന്നപ്പോൾ ഈ ഡ്രൈവർ 2 പേര് കൂടിയാണ് തിരിക്കുന്നത്. അന്ന് പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല. പിടിച്ച് തിരിച്ച് എങ്ങനോ വണ്ടി തിരിഞ്ഞില്ല, നേരെ 70 അടി താഴ്ചയിലോട്ട് പോയി. 70 അടി താഴ്ചയിൽ പോയതിൽ ഒരു വെണ്ടേക്കൽ ഈ വണ്ടി ഇങ്ങനെ തടഞ്ഞു നിന്നു. 4 പേര് വണ്ടിയുടെ പുറത്ത് പോയി വീണ് മരിച്ചു. അച്ഛനും ഇതിൻ്റെ അകത്തുണ്ട്. ഒടുവിൽ ഇവരെയൊക്കെ വലിച്ചു കയറ്റി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കി. അച്ഛന് പരിക്കൊന്നും പറ്റിയില്ല, പക്ഷെ അച്ഛൻ്റെ ഈ കുപ്പായം മുഴുവനും ബ്ലഡായിരുന്നു. കാരണം അതുപോലെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലത്തെ മനോരമയിൽ ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്ന പടവും ഈ കല്യാണത്തിന് പോയ പാർട്ടി. അപ്പൊ മനസ്സിലായി ഇത് നമ്മുടെ അതെ. അപ്പം ഞങ്ങള് പാലക്കാട് നിന്ന് അച്ഛനെ തിരക്കിപ്പോയി. ചെന്നപ്പോൾ അച്ഛൻ തച്ചമ്പാറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. കാരണം അച്ഛന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് തല കറങ്ങിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ. അപ്പൊ അച്ഛൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛാ 70 അടി താഴ്ചയിൽ എന്നെ ദൈവം കാത്തു. അച്ഛനെ അതിൽ വീഴ്ത്താതെ ദൈവം കാത്തു. നേരത്തെ എനിക്ക് അച്ഛനോട് ദേഷ്യം തോന്നിയെങ്കിലും
ഞാനിപ്പം ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഞാൻ പറഞ്ഞേ, അപകടത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ച മുമ്പേ ഇടിവെട്ടുന്ന ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവിടുന്ന് മാറിയില്ലായിരുന്നെങ്കിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകേണ്ടത്. അവിടുന്ന് നമ്മളെ രക്ഷപ്പെടുത്തിയതായ അനുഭവം. ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളിൽ കൂടെ ദൈവം നമ്മളെ നടത്തിയിട്ടുണ്ട്.